ഹായ് ഹായ് ഞാൻ ഐഫോൺ 16 മനസ്സിലായി. എന്താ ഇവിടെ? അല്ല, നമുക്ക് ചേട്ടൻ്റെ ക്യാമറ കട്ടൗട്ട് ഒന്ന് വേണമായിരുന്നു, അതാണ്. നമ്മളൊക്കെ ഔട്ട്ഡേറ്റ് ആണെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ? അല്ല, നിങ്ങളുടെ ക്യാമറ കട്ടൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലേ, അതുകൊണ്ടാ. അപ്പോൾ ആവശ്യം വന്നപ്പോൾ ഇപ്പോൾ നമ്മളെ വേണം. അല്ല, ഈ സ്പെഷ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ മറ്റേ 3.5 ലക്ഷത്തിന് വിഷൻ പ്രോ വേണ്ടേ? അപ്പോൾ അതെങ്ങനെ സംഭവം? അതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഫ്യൂച്ചർ തിങ്കിങ് ഉള്ള കമ്പനിയല്ല. അപ്പോൾ ഭാവിയിൽ നമ്മൾ ചീപ്പായിട്ടുള്ള വിഷൻ പ്രോ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഷൂട്ട് ചെയ്യുന്ന എല്ലാ സ്പെഷ്യൽ വീഡിയോ റെക്കോർഡിങ്ങും ആ ഒരു വിഷൻ പ്രോയിൽ കാണാൻ വേണ്ടിയാണ് ഇപ്പോഴേ നമ്മൾ എല്ലാത്തിലും സ്പെഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ വീഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഐഫോൺ 16 ഇപ്പോൾ സ്പെഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻ കൊടുത്തേക്കുന്നത് അല്ലേ? അല്ല, അതുമാത്രമല്ല, ഐഫോൺ 16 വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ പറയാന്ന് വെച്ചാൽ ഞാൻ വന്നത് ഇങ്ങോട്ട് ചേട്ടൻ്റെ അടുത്ത്. എന്നാൽ അതല്ല, അവരോട് പറ, അവരും കൂടെ അറിയട്ടെ. ഞാൻ ഇവരോട് പറഞ്ഞേക്കാം. This is iPhone 16. The brand new colors, new features, new spec, everything is new. Yes, iPhone 16 എടുക്കാൻ പോകുന്ന കൂട്ടുകാരെ ഈ ഒരു റിവ്യൂ കണ്ടിറങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ ഒരു വീഡിയോയില് ആപ്പിൾ ഇന്റലിജൻസ് എന്ന മെയിൻ ഫണ്ടമെന്റൽ കാര്യം മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിവ്യൂ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ ആപ്പിൾ ഇന്റലിജൻസ് ഐഫോൺ 16 എടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. അത് iOS 18.1 എന്ന അപ്ഡേറ്റിന് ശേഷം മാത്രമാണ് എല്ലാ ഐഫോൺ 16 സീരീസിലും ലഭിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ തുടക്കം തന്നെ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ ഐഫോൺ 16 എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ അൺഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. സത്യമായിട്ടും. കാരണം നിങ്ങൾക്ക് അതിനൊരു ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണമെങ്കിൽ ആപ്പിൾ ഇന്റലിജൻസ് കയ്യിൽ വരണം. ആപ്പിൾ ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് പോലും ഗ്രൗണ്ട് ബ്രേക്കിംഗ് പെർഫോമൻസ് തരാനുള്ള ആ ഒരു ആപ്പിൾ ഇന്റലിജൻസ് ഡിവൈസ് ആയിട്ട് തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൾ ഇന്റലിജൻസ് മാറ്റി വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ അടിപൊളി കാര്യങ്ങൾ നിങ്ങൾക്കറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. This is your Xavier. Welcome back to Edica. I wanna bump a beat that goes hard. ഒന്നാമത്തെ കാര്യം, ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ആപ്പിൾ റീമാപ്പിംഗ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ഐഫോൺ 16 തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ ആ ഒരു ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഐഫോൺ 11ന്റെ ആ ഒരു സിമിലർ ആയിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ്. പക്ഷേ ഗ്ലാസ് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള നല്ല രീതിക്കുള്ള വിവിഡ് കളേഴ്സ് നമുക്ക് ഈ ഒരു വട്ടം വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡിവൈസ് എടുത്ത എല്ലാ വ്യക്തികളും, എടുത്തെന്ന് വെച്ചാൽ വാങ്ങിച്ച് നല്ല ഉദ്ദേശിച്ച് കയ്യിലെടുത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ പറഞ്ഞ ഏറ്റവും മാത്രം ഡയലോഗ് എന്നറിയോ? സോ ലൈറ്റ് വെയിറ്റ്. യെസ്, നമ്മൾ ഐഫോൺ 15 എടുത്തെങ്കിൽ ഐഫോൺ 16 എടുത്താലും ആ ഒരു വെയിറ്റ് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാവും. നല്ല രീതിക്ക് ആപ്പിൾ ഈ ഒരു ഡിവൈസിന്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കേസിലാതൊക്കെയാണ് യൂസ് ചെയ്തെങ്കിൽ ആ ഒരു ഇൻഹാൻഡ് ഫീലില്ലേ, പൊളി വേറെ ഫീലാണ്. കാരണം പേഴ്സണലി ഐഫോൺ 11 ഞാൻ യൂസ് ചെയ്തിട്ട് 12, 13, 14, 15 എല്ലാം യൂസ് ചെയ്തു. 16 ഞാൻ കയ്യിലെടുക്കുമ്പോൾ എൻ്റെ ആദ്യം വന്ന ഫീല് ഇറ്റ്സ് സോ ലൈറ്റ്. യെസ്, ഇറ്റ്സ് സോ ലൈറ്റ്. ഐഫോൺ 16 സീരീസ് നല്ല രീതിക്ക് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ആൻഡ് ഡിസൈനിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 11ന്റെ മോഡൽ തന്നെയാണ്. പക്ഷേ നല്ല രീതിക്കുള്ള കളേഴ്സ്, വിവിഡായുള്ള 5 കളേഴ്സ് കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കയ്യിൽ വരുമ്പോൾ ഈ ഒരു ഡിവൈസ് എടുത്തു നിൽക്കും. 16 പ്രോനെക്കാട്ടും കൂടുതൽ ആപ്പിളിലെ ഏറ്റവും കൂടുതൽ വിറ്റ് ചെയ്യാൻ പോകുന്ന ഡിവൈസും ഐഫോൺ 16 തന്നെയാണ്. നോ ഡൗട്ട്സ്. കാരണം ഈ പറയുന്ന മോഡൽ തന്നെ അവർക്ക് നല്ല രീതിക്കുള്ള ആ ഒരു പ്രോഫിറ്റ് മാർജിൻ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ, ബട്ടൺസ്. യെസ്, ആപ്പിൾ refused to say it's a button, but actually it's a button. ക്യാപ്ചർ ബട്ടൺ എന്നാണ് പേര്. ബട്ടൺ എന്ന് പറയാൻ ആപ്പിളിനെ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ എംപ്ലോയീസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാ ആൾക്കാരും, ആപ്പിളിൻ്റെ ആൾക്കാർ പറയുന്നത് ക്യാമറ കൺട്രോൾ. യെസ്, ഇറ്റ്സ് കൺട്രോൾ ദ ഹോൾ ക്യാമറ. ക്യാമറ മാത്രമല്ല, ഫുൾ ഫ്ലഷ് കാര്യങ്ങൾ നമ്മുടെ ക്യാമറയുടെ ഈ പറഞ്ഞ സൂം, എക്സ്പോഷർ, ടോൺ, ഫിൽറ്റേഴ്സ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാം. ക്യാമറ മാത്രമല്ല, ക്യാമറക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ സ്നാപ്ചാറ്റ്, പിന്നെ നമ്മുടെ മാഗ്നിഫയർ, ഫൈനൽ കട്ട് ക്യാമറ, ഈ പറഞ്ഞ എല്ലാ ക്യാമറയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് എ ബട്ടൺ. സീരിയസ്ലി ദോ ഇറ്റ്സ് എ ബട്ടൺ. പക്ഷേ ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ടു ബി ഓണസ്റ്റ്, ടു ബി പേഴ്സണൽ,
ഏറ്റവും നല്ല മൊമെന്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യേണ്ടതല്ല. ആ ഒരു സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്യാമറ എല്ലാം ആക്സസ് ചെയ്യാം. അതേപോലെ ആ ഒരു മെമ്മറി അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾ മുമ്പിൽ കാണുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് വൺസ് ഇപ്പൊ കുഞ്ഞുവാവകളോ ആരെങ്കിലും പെട്ടെന്ന് എണീക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് നമ്മൾ ഈ പറഞ്ഞ സമയത്ത് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരില്ല ക്യാമറ. പക്ഷെ ക്യാമറ കൺട്രോള് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ സ്പോട്ടിലെ ക്യാമറ വരും, അത് റെക്കോർഡ് ചെയ്യാം, ഷൂട്ട് ചെയ്യാം. ആ ഒരു ഫീച്ചർ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയാണ് നല്ല രീതിയിലുള്ള മാറ്റം നമ്മുടെ ഫോട്ടോഗ്രാഫിക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് മസിൽ മെമ്മറി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ക്യാമറ കൺട്രോൾ യൂസ് ചെയ്യുന്നുണ്ട്. iPhone 16 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തൊരു ബട്ടനാണ് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഷാസിക്കയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു കറക്റ്റാണ്. കാരണം നമുക്കിതിൽ ഒരേ ഒരു ആക്ഷനെ ട്വീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ആക്ഷൻ ട്വീക്ക് ചെയ്യാൻ പറ്റില്ല? ഒരു സിംഗിൾ ടാപ്പിൽ ഒരു ആക്ഷൻ, ഡബിൾ ടാപ്പിൽ വേറൊരു ആക്ഷൻ, അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ആക്ഷൻ ബട്ടൺ ഇനിയും കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ iPhone 16 സീരീസിൽ എല്ലാത്തിലും ആക്ഷൻ ബട്ടൺ ഉണ്ട്. 15 Proയിൽ വന്ന ആക്ഷൻ ബട്ടൺ ആണ് നമുക്ക് 16ൽ വരുന്നത്. നമുക്ക് ഫ്ലാഷും മ്യൂസിക് റെക്കഗ്നിഷൻ, ഈ പറഞ്ഞ ട്രാൻസ്ലേറ്റിംഗ് ആപ്പ്, ഫ്ലാഷ്, നമ്മുടെ സൈലന്റ് ആൻഡ് റിംഗർ സ്വിച്ച്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടണിലാണ് ട്രിഗർ ചെയ്യുന്നത്. സോ അത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ iPhone 16ൽ നമുക്ക് കുറേയധികം പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനും അതനുസരിച്ച് നമുക്ക് ഷോർട്ട് കട്ട് പ്രിഫർ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ പറഞ്ഞ ഫോണിൽ ആക്ഷൻ ബട്ടൺ ട്രിഗർ ചെയ്ത് നമ്മുടെ ഫോൺ കുറച്ചും കൂടെ യൂട്ടിലിറ്റി പർപ്പസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി നമുക്ക് കൂട്ടാനും ഈ പറഞ്ഞ രണ്ട് ബട്ടൺസും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്യാമറ കൺട്രോളിൽ നമുക്ക് ക്യാമറ കൺട്രോൾ മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇവിടെ നമുക്ക് വിഷ്വൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം, ഇപ്പോൾ ഒരു കോൺസേർട്ടിന്റെ ഒരു പോസ്റ്റർ കണ്ടു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ കോൺസേർട്ടിന്റെ ഫുൾ കാര്യം നമുക്ക് വരും. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുക്കിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഓട്ടോമാറ്റിക് നമ്മുടെ വാലറ്റിൽ ആഡ് ആവും. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആപ്പിൾ ഈ പറയുന്ന ക്യാമറ കൺട്രോൾ ഒളിപ്പിച്ചിട്ടുണ്ട്. വരുന്ന ഓരോ മാസങ്ങളിലും പുതിയ പുതിയ അപ്ഡേഷനിൽ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഇനിയും ആപ്പിൾ അൺലോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തതാണ് ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫീച്ചർ ക്യാമറയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. കാരണം iPhone 15ലും 16ലേക്ക് വരുമ്പോൾ ക്യാമറക്ക് വലിയ ചേഞ്ച് ആസ് എ 15 യൂസർ ഫീൽ ചെയ്യില്ല. 40 മെഗാ പിക്സലിന്റെ ഒരു ഫ്യൂഷൻ ക്യാമറ. എന്താണ് ഫ്യൂഷൻ? നമ്മുടെ അൾട്രാ വൈഡും നമ്മുടെ മെയിൻ ക്യാമറയും എല്ലാം കൂടെ ഒന്ന് ഫ്യൂസ് ചെയ്ത് സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫ്യൂസിങ്, ആ ഒരു വീഡിയോ എഡിറ്റിംഗിന്റെ എൻഹാൻസിങ്ങും അതിന്റെ ഓഡിയോ ക്വാളിറ്റിയും എല്ലാം എൻഹാൻസ് ചെയ്യാനും അത് ഫ്യൂസ് ചെയ്തുണ്ടാക്കുന്ന ആ റിസൾട്ടിനെ കൊണ്ടാണ് ആപ്പിൾ ഈ ഒരു ബട്ടൺ ക്യാമറന് ഈ ഒരു 48 മെഗാ പിക്സൽ ഫ്യൂഷൻ ക്യാമറ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് അടിപൊളിയായ മാറ്റങ്ങൾ ലഭിക്കുന്നുണ്ട്. കാരണം അൾട്രാ വൈഡ് ആയിക്കോട്ടെ, നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി കിട്ടുന്നുണ്ട്. മാക്രോ ഫോട്ടോഗ്രാഫി ഇത്രയും നാള് പ്രോ സീരീസിൽ മാത്രം ലഭിച്ച ഒരു ഫീച്ചർ ആയിരുന്നു. അത് 16 സീരീസിൽ കിട്ടുന്നുണ്ട്. പിക്ചേഴ്സും ഫോട്ടോസും എന്നൊക്കെ പറഞ്ഞല്ലേ, ബ്യൂട്ടിഫുൾ ഷോട്ട്സ് നമുക്ക് മാക്രോയില് എടുക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുമ്പോൾ ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ് വരുന്നത്, ഫിൽട്ടേഴ്സ് വരുന്നില്ല. അതായത് യൂഷ്വലി നമ്മൾ കണ്ടു പറഞ്ഞ ഫിൽട്ടേഴ്സ് അല്ല ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ആംപർ, ഗോൾഡ് എന്നീ പറഞ്ഞ പല പല ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ് വരുന്നത്. നേരത്തേക്ക് നമ്മൾ കണ്ടിരുന്ന വിവിഡ്, ഗോൾഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ നോർമൽ കണ്ട നമ്മൾ 15ലൊക്കെ കണ്ട ആ ഒരു ഫിൽട്ടർ മോഡ് ഇവിടെ വരില്ല. പക്ഷെ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ഓപ്ഷനിൽ ഫിൽട്ടർ മോഡ് ലഭിക്കുന്നതാണ്. സോ ക്യാമറയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു എന്താ പറയാ വർക്ക് ആപ്പിൾ ഈ ഒരു വട്ടം 16 സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ബട്ടണിൽ പറഞ്ഞ ആ ഒരു ക്യാമറ കൺട്രോളും ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ പറഞ്ഞ ക്യാമറ എന്ന ഓപ്ഷനെ നല്ല രീതിക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ആ ഒരു ആ ഫോട്ടോഗ്രാഫി സ്കില്ലില്ലേ അത് ഹൈ ആക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഈ പറയുന്ന ക്യാമറ നമ്മളെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എന്താണെന്ന് പറയണ്ടേ, നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഫുൾ വീഡിയോ ഇല്ലേ, ഇത് ത്രൂ ഔട്ട് ഷൂട്ട് ചെയ്യുന്നത് iPhone 16ലാണ്. സീരിയസ് ആയിട്ടും നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ഞാൻ ആപ്പിൾ വാച്ചിൽ ഈ പറഞ്ഞ ക്യാമറ ആക്സസ് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, സീരിയസ് ആയിട്ട് ഇത്രയും ക്വാളിറ്റി പോരെ. ഇനി ഞാൻ ഈ ഒരു iPhone 16ന്റെ വീഡിയോ ക്യാമറയുടെ ക്വാളിറ്റി ഞാൻ വിശദീകരിച്ചായിരുന്നു. ഇത്രയും നല്ല ക്വാളിറ്റി ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ DSLR വെച്ച് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഓപ്ഷനാണ്. DSLRന്റെ സ്റ്റാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. സീരിയസ് ആയിട്ട്
ഞാൻ ഷൂട്ട് ചെയ്യുന്നത് iPhone 16-ലാണ്. ആൻഡ് ഈ ഒരു വീഡിയോയില് ത്രൂ ഔട്ട് എടുത്തിരിക്കുന്ന എല്ലാ ട്രാൻസിഷൻസും, എല്ലാ വീഡിയോസും, എല്ലാ ക്ലിപ്സും, ഷോർട്സും ഐഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ടു ബി ഓണസ്റ്റ്, ഞാൻ സത്യമായിട്ടും പറയാം, എല്ലാ ഷോർട്സും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടും iPhone 16-ലെ ഷൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയോ? ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് iPhone 16-ന്റെ ഈ ഒരു ഡിവൈസിന്റെ ക്യാമറ ക്വാളിറ്റി എന്നാൽ ടോപ്പ് നോച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. സോ വീഡിയോഗ്രാഫി ആണെങ്കിലും സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും വിത്ത് ഈ ഒരു ക്വാളിറ്റി. ഈ ഒരു ക്വാളിറ്റി ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇനി വേറൊരു എന്താ പറയാ തെളിവൊന്നും വേണ്ടാന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇതിലും അടിപൊളിയായ കാര്യം നമ്മുടെ iPhone 16-ല് ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണല്ലേ? അതിന്റെ പേരാണ് ഓഡിയോ മിക്സ് എന്ന് പറയുന്നത്. ഇനി iPhone 16-ൽ വരുന്ന അടുത്ത മെയിൻ ഫീച്ചർ ആണ് ഓഡിയോ മിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇൻ ഫ്രെയിം, സ്റ്റുഡിയോ ആൻഡ് നമുക്ക് കിട്ടുന്ന സിനിമാറ്റിക് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സ്റ്റാൻഡേർഡിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സുകളെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇൻ ഫ്രെയിമിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഓഡിയോ ഹൈലൈറ്റ് ആയിട്ടും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. സിനിമാറ്റിലേക്ക് വരുമ്പോൾ എന്റെ സൗണ്ട് കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചും കൂടെ മഫിൾ ചെയ്യുകയും ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് സൗണ്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഏറ്റവും ഫൈനലായിട്ട് സ്റ്റുഡിയോ ഓഫ് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിക്ക് കട്ട് ചെയ്യുകയും എന്റെ സൗണ്ട് ഹൈലൈറ്റ് ചെയ്യുകയും ആ സ്റ്റുഡിയോ റൂമിൽ എങ്ങനെയാണ് ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആൻഡ് ഈ ഒരു ഫീച്ചർ ഐഫോൺ യൂസേഴ്സിന് നല്ല രീതിക്കുള്ള പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് നോക്കാം. ഇനി iPhone 16-ന്റെ പ്രോസസ്സറിനെ നോക്കാം. ഇതേപോലെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഹെവി ലോഡ് ചെയ്യുന്ന ഒരു A18 3nm ആർക്കിടെക്ചറാണ് ആപ്പിൾ iPhone 16-ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന 16 സീരീസ് 16 Pro സീരീസിലും നമുക്ക് 8GB റാം തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും വലിയ GB റാം തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹെവി ടാസ്കുകൾ ചെയ്യാനും, രണ്ടാമത് ആപ്പിൾ ഇന്റലിജൻസും വിഷ്വൽ ഇന്റലിജൻസും ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ്. ആപ്പിളിന്റെ 16 മോഡലിൽ ആപ്പിൾ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത് പറഞ്ഞു ആപ്പിൾ ഇന്റലിജൻസ്. സോ ഇനി നമുക്ക് ഹെവി ആയിട്ടുള്ള പ്രോസസ്സിങ്ങും ഗെയിമിങ്ങും ആപ്പിൾ ഇന്റലിജൻസ് ആയിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യലും iPhone 16 സീംലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബാറ്ററിയിലേക്ക് നോക്കാം. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ iPhone 16 ഒഫീഷ്യലി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ വയർലെസ് ചാർജിങ് ആണെങ്കിൽ 25 വാട്ട് വരെ നമുക്ക് പവർ കൂട്ടാനുള്ള ഓപ്ഷനും iPhone 16-ൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ആപ്പിളിന്റെ ഇവന്റിലോ അതേപോലെ കീ നോട്ടിലോ അവരുടെ വെബ്സൈറ്റിലോ ബാറ്ററിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിങ്ങോ കാര്യങ്ങളോ ഒന്നും ആപ്പിൾ കൊടുത്തിട്ടില്ല. സംതിങ് ഫിഷി അല്ലേ? ഞാൻ ചാർജ് ചെയ്ത് നോക്കി, എന്റെ 30 വാട്ട്സിന്റെ മാക്കിന്റെ ചാർജർ ഞാൻ കുത്തി നോക്കി, എനിക്ക് യാതൊരു പ്രശ്നമില്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്, അതേപോലെ ബാറ്ററി നിൽക്കുന്നുണ്ട്. ഈ ഒരു iPhone 16 സീരീസിൽ ബാറ്ററിയും അത്യാവശ്യം നന്നായിട്ട് നിൽക്കും. അതിൽ സോളിഡ് റീസൺ ആണ് A18 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. നമ്മുടെ ലാസ്റ്റ് ഇയർ iPhone 15-ൽ A16 ബയോണിക് ചിപ്സെറ്റ് കൊണ്ടുവന്നപ്പോൾ ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. കാരണം ഹീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ കുറേയും പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ iPhone 15 സീരീസിൽ ബാറ്ററി ഡ്രെയിനിങ് കുറച്ച് ഫാസ്റ്റ് ആണ്. പക്ഷെ 16-ലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ തെർമൽ മാനേജ്മെന്റിന് ഒരു പ്രത്യേക ഷീൽഡും അതേപോലെ പ്രോസസ്സിംഗ് നമ്മുടെ ഈ പറഞ്ഞ A18 ചിപ്പ് ബാറ്ററി ജ്യൂസ് കൺസ്യൂം ചെയ്യുന്നത് നല്ല കുറവാണ്. ഹൈ എഫിഷ്യന്റ് വർക്ക് ചെയ്യും, പക്ഷെ എനർജി കുറച്ച് മതി. അതുകൊണ്ട് തന്നെ നമ്മുടെ iPhone 16 സീരീസിൽ നല്ല രീതിക്കുള്ള ബാറ്ററി എഫിഷ്യൻസി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ ഔട്ട്ഡോർ ഒക്കെ നല്ല രീതിക്ക് ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ഈ പറഞ്ഞ ഫുൾ ടൈം ബ്രൈറ്റ്നസ് ഹൈ ആയിട്ട് പോലും എനിക്ക് വലിയ ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഈ പറഞ്ഞ iPhone 16 സീരീസിലെ ബാറ്ററി സംബന്ധിച്ച് വേറെ ഒരു കാര്യങ്ങളും എനിക്ക് വന്നില്ല. സോ ഇതാണ് നമ്മുടെ iPhone 16-ന്റെ ഇനീഷ്യൽ ഡീറ്റെയിൽ വീഡിയോ എന്ന് പറയുന്നത്. ഇതിലും കുറേയധികം അടിപൊളി കാര്യങ്ങൾ ഐഫോണിൽ വരുന്നുണ്ട്. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും അടിപൊളിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് കഴിഞ്ഞ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് Jebin Sevia signing from Evika. Puppet.